ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് നൂറുകണക്കിന് കറാമത്തുകൾ കണ്ട മഹാനാണ്. ഇപ്പോൾ അത് പറയാൻ ഇവിടെ സമയമില്ല. അവസരം കിട്ടിയാൽ നമുക്ക് സമ്മേളനങ്ങളിൽ പറയാം. ആ ഉമർ ഖാദി തങ്ങള് മദീനയിലേക്ക് അങ്ങ് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് വളരെ പാവപ്പെട്ട ഒരു ചെറിയ കുട്ടിയെ പോലെ പോയി നിന്നിട്ട് അവിടെ നിന്ന് പാടിയതാണ്. നബിയേ, ഞാൻ തങ്ങളുടെ റൗളാ ശരീഫിന്റെ വാതിലിന്റെ പടി ചുംബിക്കാൻ വന്നതാണ് നബിയേ. തങ്ങളിൽ നിന്ന് സന്മാർഗത്തിന്റെ വെളിച്ചം തേടാൻ വന്നതാണ് നബിയേ. തങ്ങളെ തേടി വന്നവർ ഒരിക്കലും പരാജയപ്പെടൂല നബിയേ. തങ്ങൾ ധാരാളം കൊടുക്കുന്ന റഹീമല്ല നബിയേ. ഖുർആനിൽ അല്ലാഹു തആല തങ്ങളെ കുറിച്ച് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. തങ്ങൾ റഹീമാണെന്നല്ലേ അല്ല പറഞ്ഞത്, റഊഫാണെന്നല്ലേ പറഞ്ഞത്. ഈമാനുള്ള മുഅ്മിനീകളോട് വല്ലാതെ ദയയുള്ള നബിയല്ലേ, വല്ലാതെ കാരുണ്യം ചെയ്യുന്ന നബിയല്ലേ, ആഖിറത്തിലും കാരുണ്യം ചെയ്യുന്ന നബിയല്ലേ. നബിയെ, തങ്ങളെ കാണാൻ വന്ന തങ്ങളുടെ പാവപ്പെട്ട അടിമ കുട്ടിയാണ് നബിയെ മത്. ഞാനിതാ തജ്രീദുമു അലൽ ഹബീബി ബിബാബിഹി അൻതൽ മുസദ്ദിദു ഹലൗലി സവാബിഹി. നബിയെ, തങ്ങളെ പ്രിയം വെച്ചിട്ട് എന്റെ കണ്ണിൽ കണ്ണുനീരൊലിക്കുകയാണ് നബിയെ. തങ്ങളെ പടിവാതിൽക്കൽ വന്ന് നിന്ന് കണ്ണിൽ വെള്ളമൊലിപ്പിക്കുന്നു. എന്റെ അവസ്ഥ മുഴുവനും തങ്ങൾ നേരെയാക്കി തരണം നബിയെ. സർവലോകത്തുമുള്ള സർവജനങ്ങൾക്കും റഹ്മത്തായ നബിയേ, തങ്ങൾ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ് നബിയേ. നീട്ടി പറഞ്ഞിട്ട് അവിടെ നിന്ന് ചൊല്ലി ലിഹുബ്ബിക ഫാരിഖുല്ലത്വാനിയ ബദ്റന്ത കമ്മല ബഹജതം വനീമ. പരിപൂർണ ചന്ദ്രനായ നബിയെ, ഞാൻ എന്റെ കേരളമാകുന്ന നാട്ടിൽ നിന്ന് വെളിയങ്കോടെന്ന പ്രദേശവും വിട്ട് മദീനയിലേക്ക് വന്നത് തങ്ങളെ സ്നേഹിച്ചിട്ടാണ് നബിയെ. അതിങ്ങനെ ഒരുപാട് ചൊല്ലിയിട്ട് അവസാനം പറഞ്ഞു, യാ സയ്യിദി അർജുക യൗമ മവാജി മിൻ ഹൗലി ഫന്നനൈനി അൻത മുദാഫിഈ. രണ്ട് മലക്കുകൾ എന്റെ ഖബറിൽ വരുമ്പോ നബിയെ, ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് തങ്ങൾ മുഖേനയാണ് എനിക്ക് ഖബറിൽ രക്ഷ കിട്ടേണ്ടത് നബിയെ. മലീലല്ലാഹിൽ കരീമി മുസഫി മലീലല്ലാഹിൽ കരീമി മുസഫി ഇല്ലാ തമസ്സുക ഹബ്ലകും മഹ്സൂമാ. കരീമായ റബ്ബിലേക്ക് പാപിയായ ഉമറിന് ശഫാഅത്ത് ചെയ്യാൻ തങ്ങളല്ലാതെ ആരാണ് നബിയേ. യാ സയ്യിദി അർജുക അൻ തൻദുറ ഇലാ ഹദൽ ദീനവ അൻത തഖുലു ബിലാ ഹൗലിൻ വലാ ഖൗഫിൻ വതസ്ഫഉ അലാ യാ ഹാദിയൻ കുല്ലൽ അനാബി ഹസീമാ. നബിയേ, അങ്ങേക്ക് അടിമപ്പണിയെടുക്കുന്ന പാവപ്പെട്ട അടിമയാണ് ഞാൻ നബിയേ. തങ്ങൾ എന്നിലെ
എന്നിലേക്കൊന്ന് കാരുണ്യത്തിന്റെ നോട്ടം നോക്കി എന്റെ കൈപിടിക്കണം നബിയേ. സർവ ഭയാനതകളിൽ നിന്നും സർവ ഭയപ്പാടുകളിൽ നിന്നും തങ്ങളെന്നെ ഒന്ന് നേർവഴിക്ക് നയിച്ചു എനിക്ക് ശഫാഅത്ത് ചെയ്തെന്നെ രക്ഷപ്പെടുത്തണം നബിയേ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിൽ ഒന്ന് ചൊല്ലിയതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനോട് എല്ലാ നന്മകളും അള്ളാഹുവിങ്കൽ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി, അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ച മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് ചെന്നിട്ട് ഒരുപാട് ചൊല്ലിയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ചൊല്ലിയതായിരുന്നു സർവ്വനേതാക്കൾക്കും നേതാവായ നബിയെ അവിടുത്തെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്നു. ആര്? ഖാദിയാര് എന്ന് പറയുന്നില്ല, ഞാൻ ഖാദിയാണെന്ന് പറയുന്നില്ല. ഉമറുൽ ഫഖീറുൽ മുർതജീലി ജനാബിക്കും തങ്ങളിൽ നിന്നെന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു വന്ന ഫഖീറായ ഉമർ, വെളിയങ്കോട്ട് നിന്ന് വന്ന ഉമർ, ഫഖീറായ ഉമർ തങ്ങളെ സമീപത്ത് വന്നിട്ട് അവിടുത്തെ പടിവാതിൽക്കൽ നിൽക്കുന്നു. നബിയെ യർജുൽ ഫഅലൽ ബുകായി ബിബാബിക്കും വദ്ദമു മിൻ തങ്ങളെ വാതിൽക്കൽ വന്ന് ഈ പാവപ്പെട്ട ഉമർ കരയുകയാണ് നബിയെ. തങ്ങളിൽ നിന്ന് അതാ സഹായം കിട്ടാനാണ് നബിയെ. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണ് നബിയെ. ലാമിൻ കരീമിൻ ബിഹിറുകും ലിൽ മുർതജി ഫീമൻ വഖബല വല ഫീമൻ യജീ. കഴിഞ്ഞു പോയവരിലോ ഇനി വരുന്നവരിലോ തങ്ങളെപ്പോലെ അല്ലാഹു തആല റഹ്മത്തിന്റെ വ്യക്തിയായി, റഹ്മത്ത് തരാനുള്ള കാരണമായി, റഹ്മത്ത് വാങ്ങിത്തരുന്ന വ്യക്തിയായി, ശുപാർശ ചെയ്യുന്നവരായി, സഹായിക്കുന്നവരായി വേറെ ആരെയും നല്ല തങ്ങളെപ്പോലെ വെച്ചിട്ടില്ല നബിയെ. കുർബത്തല്ലി ഫരീജി ഹൈറാന മിൻ ദംബി അസഫ്തു കലീമാ. സുബ്ഹാനല്ലാഹ്, ജയിലിന്റെ ഉള്ളിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പോലീസുകാരോട് ഒന്നുകൊടുക്കാൻ വെള്ളം ചോദിച്ചു വാങ്ങിയ വലിയ ആബിദും സാഹിദും വലിയ ആലിമും വലിയ തഖ്വയുള്ള മഹാനുമായ ഉമർ ഖാദി തങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെന്ന് പറയുകയാണ്, നബിയേ തെറ്റ് ചെയ്തു പോയ പാവിയാണ് ഞാൻ, എന്റെ പ്രശ്നങ്ങളൊക്കെ തങ്ങൾ ഏറ്റെടുത്ത് പരിഹരിച്ചു തരണം നബിയേ. നബിയേ തങ്ങൾ മുഖേനയല്ലാതെ രക്ഷയില്ല നബിയേ. തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ഉമർ തങ്ങളെ ഖബറിന്റെ അടുക്കൽ വന്ന് കരയുമ്പോൾ ഒലിക്കുന്ന കണ്ണുനീര് വറ്റിയിട്ടില്ല നബിയെ, വറ്റിയിട്ടില്ല നബിയെ. അത് കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നു നബിയെ. മിൻഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതൻ ലിതുറാബി റമീമാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴും ഞാൻ മരിച്ചിട്ട് എന്റെ കബറിൽ കൊണ്ടുപോയി വെച്ച് എന്റെ ശരീരമൊക്കെ മണ്ണോട് ചേർന്നാലും എപ്പോഴും നബിയേ എന്റെ സ്നേഹം തങ്ങളോടാണ് നബിയേ. ഞാൻ തങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് നബിയേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റൗളാ ശരീഫിന്റെ വാതിൽ ഓട്ടോമാറ്റിക്കായെന്ന് തുറന്നുപോയി. സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുതൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ ഉമറുൽ ഖാദിൽ വിലകൂട്ടി വെളിയങ്കോട് ഉമർ ഖാദി വരെ, അതിനുശേഷം വന്നവർ വരെയും ഇന്ന് വരെയും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. അവിടുത്തെ ഹൃദയത്തിൽ 100% ഹൃദയത്തിൽ നിർത്തിയും ആ നബിതങ്ങൾ മുഖേന മാത്രമാണ് എല്ലാ രക്ഷയുമെന്ന് വിശ്വസിച്ചവരാണ് ലോകത്ത് ഈമാനുള്ള മുഴുവൻ മഹാന്മാരും.
അതിൽ ഒരാളും പിന്നിലല്ല. നമ്മളുടെ ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഏറ്റവും വലിയ വ്യക്തി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഖവും ചുംബിച്ചിട്ട് വഫാത്തിന് ശേഷം അവിടുത്തെ വിളിച്ച് സങ്കടം പറയുകയല്ലേ ചെയ്തത്? ബി അബീ അൻത വ ഉമ്മീ യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിച്ചു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിച്ചു. അല്ലാഹുവിന്റെ നബിയേ, അങ്ങേക്ക് രണ്ട് മൗത്തല്ല സംഘടിപ്പിക്കൂല. ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതത്തുല്ലതീ കുതിബത് അലൈക ഫഖദ് മുത്തഹ. അല്ലാഹ് കണക്കാക്കിയ മൗത്തായി കഴിഞ്ഞു. ഇനി തങ്ങൾക്ക് മൗത്തില്ല നബിയേ. നബിയേ, എനിക്ക് പറയാനുള്ളത് എന്താണ്? അതേ ഉദ്കുറുനാ ഇൻദ റബ്ബിക, തങ്ങളെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. വഫാത്തിന് ശേഷവും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ എപ്പോഴും ഞങ്ങളെ ഓർമ്മ വേണം നബിയേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും ചുംബിച്ച് ബാപ്പനെയും ഉമ്മയെയും അവിടത്തേക്ക് സമർപ്പിച്ച് നബി തങ്ങളോട് അപേക്ഷിക്കുകയല്ലേ, തേടുകയല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിളിക്കും തേടിയും പറഞ്ഞും സ്നേഹിച്ചുമല്ലാതെ ഇവിടെ ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ജീവിച്ചിട്ടില്ല കേട്ടോ. അത് മുറുകെ പിടിച്ച് ജീവിച്ച് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ച് നബി തങ്ങൾ മുഖേന ഈമാൻ സംരക്ഷിച്ച് കിട്ടിക്കൊണ്ട് ജീവിച്ച് മരിക്കണം.